ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്ത് നമുക്ക് പറയാനുള്ളത് സെബി എന്നൊരു ഭാഗത്തെ പറ്റിയിട്ടാണ്. എന്താണ് സെബി എന്ന് നോക്കാം. സെബി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ് സെബി എന്നതിൻ്റെ ഫുൾ ഫോം. സെബി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ April 12, 1988 ത്രൂ ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ. അതായത് 1988 ഏപ്രിൽ 12 അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡറിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സെബി എന്ന് പറയുന്നത്. ഇറ്റ് ബിക്കെയിം എ സ്റ്റാച്യൂട്ടറി ആൻഡ് റിയലി എ പവർഫുൾ ഓർഗനൈസേഷൻ ഓൺലി ഇൻ 1992. 1992 ഇതൊരു സ്റ്റാച്യൂട്ടറി ആൻഡ് റിയലി പവർഫുൾ ഓർഗനൈസേഷനായിട്ട് മാറിയത്. വെൻ ദ കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസ് വാസ് അബോളിഷ്ഡ്. സെബി ഈസ് അണ്ടർ ദ ഓവറാൾ കൺട്രോൾ ഓഫ് ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ കൺട്രോളിലാണ് സെബി എന്നുള്ളത് പ്രവർത്തിക്കുന്നത്. ഇറ്റ്സ് ഹെഡ് ഓഫീസ് ഈസ് ഇൻ മുംബൈ. സെബിയുടെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് മുംബൈയിലാണ്. ഇറ്റ് ഹാസ് 3 റീജിയണൽ ഓഫീസസ് ഇൻ ന്യൂഡൽഹി, കൽക്കട്ട ആൻഡ് ചെന്നൈ. അതുകൂടാതെ അതിന് 3 റീജിയണൽ ഓഫീസുകളുണ്ട്, ന്യൂഡൽഹിയിലും ചെന്നൈയിലും കൽക്കട്ടയിലും. അപ്പോൾ സെബി എന്നുള്ളത് 1988 ഏപ്രിൽ 12 ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡറിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതൊരു സ്റ്റാച്യൂട്ടറി ആൻഡ് റിയലി പവർഫുൾ ഓർഗനൈസേഷനായിട്ട് മാറിയത് 1992 അതിൻ്റെ ഓവറാൾ കൺട്രോൾ എന്നുള്ളത് നടപ്പിലാക്കുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് മുംബൈയിലും ന്യൂഡൽഹി, കൽക്കട്ട, ചെന്നൈ എന്നീ 3 സ്ഥലങ്ങളിൽ ഇതിന് റീജിയണൽ ഓഫീസുകളും ഉണ്ട്. ഇനി എന്താണ് സെബിയുടെ ലക്ഷ്യം എന്നാണ് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് സെബി. ഫസ്റ്റ് വൺ പറയുന്നത് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. അതായത് ഇന്ത്യയിലെ സെക്കൻഡറി മാർക്കറ്റുകളെ റെഗുലേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് സെബി, അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ നിയന്ത്രകനാണ് സെബി എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട സെക്യൂരിറ്റികൾ മാത്രം ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള സെക്കൻഡറി മാർക്കറ്റ് സെക്യൂരിറ്റികളിൽ ഉള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സെബിയുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവ്സ്. രണ്ടാമത്തത് പറയുന്നത് എൻഷുവർ ഫെയർ പ്രാക്ടീസസ് ബൈ ദ ഇഷ്യൂവേഴ്സ് ഓഫ് സെക്യൂരിറ്റീസ് ലൈക്ക് companies so that they can raise the required resources with minimum cost. അതുപോലെ തന്നെ ഫെയർ പ്രാക്ടീസസിനെ എൻഷുർ ചെയ്യുക ബൈ ദ ഇഷ്യൂവേഴ്സ് ഓഫ് സെക്യൂരിറ്റീസിൻ്റെ ഇഷ്യൂവേഴ്സ് ആയിട്ടുള്ള കമ്പനികൾക്ക് ഫെയർ പ്രാക്ടീസസ് ഉറപ്പുവരുത്തുക. സോ ദാറ്റ് ദേ ക്യാൻ റേസ് ദ റിക്വയർഡ് റിസോഴ്സസ് വിത്ത് മിനിമം കോസ്റ്റ്. കുറഞ്ഞ കോസ്റ്റിൽ അവർക്ക് റിസോഴ്സസ് റിക്വയർ ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തത് പ്രൊമോഷൻ ഓഫ് എഫിഷ്യൻറ്റ് സർവീസസ് ബൈ ബ്രോക്കേഴ്സ്, മർച്ചൻറ്റ് ബാങ്കേഴ്സ് ആൻഡ് അതർ ഇൻ്റർമീഡിയറീസ് സോ ദാറ്റ് ദേ ബിക്കം കോമ്പറ്റിറ്റീവ് ആൻഡ് പ്രൊഫഷണൽ. അതുപോലെ തന്നെ എഫിഷ്യൻറ്റ് സർവീസസിനെ പ്രൊമോട്ട് ചെയ്യുക. ബ്രോക്കേഴ്സിൻ്റെയും മർച്ചൻറ്റ് ബാങ്കേഴ്സിൻ്റെയും ഇൻ്റർമീഡിയറീസിൻ്റെയും എഫിഷ്യൻറ്റ് സർവീസസിനെ പ്രൊമോട്ട് ചെയ്യുക. അതിലൂടെ അവർക്ക് കോമ്പറ്റിറ്റീവ് ആൻഡ് പ്രൊഫഷണൽ ആയിട്ട് മാറാൻ സാധിക്കും. പ്രൊമോഷൻ ഓഫ് എഫിഷ്യൻറ്റ് സർവീസസ് ബൈ ബ്രോക്കേഴ്സ്, മർച്ചൻറ്റ് ബാങ്കേഴ്സ് ആൻഡ് അതർ ഇൻ്റർമീഡിയറീസ്. ബ്രോക്കേഴ്സിൻ്റെയും മർച്ചൻറ്റ് ബാങ്കേഴ്സിൻ്റെയും ഇൻ്റർമീഡിയറീസിൻ്റെയും എഫിഷ്യൻറ്റ് സർവീസുകളെ പ്രൊമോട്ട് ചെയ്യുക. അതിലൂടെ അവർക്ക് കോമ്പറ്റിറ്റീവ് ആൻഡ് പ്രൊഫഷണൽ ആയിട്ട് മാറാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. നാലാമത്തത് മാറ്റേഴ്സ് കണക്റ്റഡ് ദർ വിത്ത് ആൻഡ് ഇൻസിഡൻ്റൽ ദർ ടു. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള മാറ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക, അതിന് വേണ്ട കോൺട്രിബ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഇത്രയാണ് സെബിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് സെബി, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് സെബി carried out its functions effectively and brought about immense changes in the environment of the investment market to the benefit of the common investor. The important functions of SEBI are enumerated below. First one, it shall be the duty of the board to protect the interest of investors in securities and to promote, develop and to regulate the securities market by taking appropriate measures. അതായത് ബോർഡിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും, അതുപോലെ തന്നെ സെക്യൂരിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതും. അപ്രോപ്രിയേറ്റ് മെഷറുകൾ ഉപയോഗിച്ചുകൊണ്ട് സെക്യൂരിറ്റി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? ബോർഡിൻ്റെ ഡ്യൂട്ടിയാണ്. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഡ്യൂട്ടിയാണ്. രണ്ടാമത്തത് റെഗുലേറ്റിംഗ് ദ ബിസിനസ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് എനി അതർ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെയും മറ്റ് സെക്യൂരിറ്റി മാർക്കറ്റുകളിലെയും ബിസിനസ്സിനെ റെഗുലേറ്റ് ചെയ്യുക. റെഗുലേറ്റിംഗ് ദ ബിസിനസ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലും മറ്റ് സെക്യൂരിറ്റി മാർക്കറ്റുകളിലുമുള്ള ബിസിനസ്സിനെ റെഗുലേറ്റ് ചെയ്യുക. മൂന്നാമത്തത് രജിസ്റ്ററിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് ദ വർക്കിംഗ് ഓഫ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, സബ് ബ്രോക്കേഴ്സ്, ഷെയർ ട്രാൻസ്ഫർ ഏജൻറ്റ്സ്,
മർച്ചൻ്റ് ബാങ്കേഴ്സ്, അണ്ടർ റൈറ്റേഴ്സ്, പോർട്ട്ഫോളിയോ മാനേജേഴ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സ് ആൻഡ് സച്ച് അതർ ഇൻ്റർമീഡിയറീസ് ഹൂ മേ ബി അസോസിയേറ്റഡ് വിത്ത് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഇൻ എനി മാനർ. അതുപോലെ തന്നെ രജിസ്റ്ററിങ് ആൻഡ് റെഗുലേറ്റിംഗ് ദ വർക്കിംഗ് ഓഫ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ്. സ്റ്റോക്ക് ബ്രോക്കേഴ്സിൻ്റെ വർക്കിങ്ങിനെ രജിസ്റ്റർ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക. സ്റ്റോക്ക് ബ്രോക്കേഴ്സിൻ്റെ വർക്കിങ്ങിനെ രജിസ്റ്റർ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക. സബ് ബ്രോക്കേഴ്സിൻ്റെ വർക്കിങ്ങിനെ രജിസ്റ്റർ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക. ഷെയർ ട്രാൻസ്ഫർ ഏജൻറ്റുകളുടെ വർക്കിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. മർച്ചൻ്റ് ബാങ്കേഴ്സ്, അണ്ടർ റൈറ്റേഴ്സ്, പോർട്ട്ഫോളിയോ മാനേജേഴ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സ്, അതുപോലെ തന്നെ മറ്റ് ഇൻ്റർമീഡിയറീസ് എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ രജിസ്റ്റർ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക. നാലാമത്തേത് രജിസ്റ്ററിങ് ആൻഡ് റെഗുലേറ്റിംഗ് ദ വർക്കിംഗ് ഓഫ് ദ ഡെപ്പോസിറ്ററീസ്, പാർട്ടിസിപ്പൻസ്, കസ്റ്റഡിയൻസ് ഓഫ് സെക്യൂരിറ്റീസ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ആൻഡ് സച്ച് അതർ ഇൻ്റർമീഡിയറീസ് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇൻ്റർമീഡിയറീസ് ആയിട്ടുള്ള ഡെപ്പോസിറ്ററീസ്, പാർട്ടിസിപ്പൻസ്, കസ്റ്റഡിയൻസ് ഓഫ് സെക്യൂരിറ്റീസിൻ്റെ കസ്റ്റഡിയൻസ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ എന്നിവരെ രജിസ്റ്റർ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക. അഞ്ചാമത്തേത് രജിസ്റ്ററിങ് ആൻഡ് റെഗുലേറ്റിംഗ് ദ വർക്കിംഗ് ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ് ആൻഡ് കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ് ഇൻക്ലൂഡിംഗ് മ്യൂച്വൽ ഫണ്ട്സ്. വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സിൻ്റെ വർക്കിങ്ങിനെ രജിസ്റ്റർ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഇവയൊക്കെ എന്ത് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക, വർക്കിംഗ് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഫംഗ്ഷനാണ്. രജിസ്റ്ററിങ് ആൻഡ് റെഗുലേറ്റിംഗ് ദ വർക്കിംഗ് ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ്. വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സിൻ്റെ വർക്കിങ്ങിനെ രജിസ്റ്റർ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക. കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ രജിസ്റ്റർ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക. ആറാമത്തേത് പ്രൊമോട്ടിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസ്. സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷനുകളെ പ്രൊമോട്ടിംഗ് ചെയ്യുക, റെഗുലേറ്റിംഗ് ചെയ്യുക. പ്രൊഹിബിറ്റിംഗ് ഫ്രോഡുലൻ്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് റിലേറ്റിംഗ് ടു സെക്യൂരിറ്റീസ് മാർക്കറ്റ്സ്. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള അൺഫെയർ ട്രേഡ് പ്രാക്ടീസുകളെയും ഫ്രോഡുലൻ്റ് പ്രാക്ടീസുകളെയും പ്രൊഹിബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിരോധിക്കുക. സെക്യൂരിറ്റീസ് മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള നിയമാനുസൃതമല്ലാത്ത പ്രാക്ടീസുകൾ, ഫ്രോഡുലൻ്റ് പ്രാക്ടീസുകൾ എന്നിവയെ പ്രൊഹിബിറ്റ് ചെയ്യുക. പ്രൊമോട്ടിംഗ് ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് ഇൻ്റർമീഡിയറീസ് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് മാർക്കറ്റിലെ ഇൻ്റർമീഡിയറീസിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ട്രെയിനിങ് ഓഫ് ഇൻ്റർമീഡിയറീസ് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്സ്. ഒമ്പതാമത്തെ പ്രൊഹിബിറ്റിംഗ് ഇൻസൈഡർ ട്രേഡിംഗ് ഇൻ സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റികളിലെ ഇൻസൈഡർ ട്രേഡിങ്ങിനെ പ്രൊഹിബിറ്റ് ചെയ്യുക. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അതായത് നേരിട്ട് ബന്ധമുള്ള ആളുകൾ, കമ്പനിയുമായിട്ട് നേരിട്ട് ബന്ധമുള്ള അതിൻ്റെ ഇൻസൈഡേഴ്സ് എന്ന് പറയുന്നവർ അവരുടെ കമ്പനിയുടെ വിലപ്പെട്ട ഇൻഫർമേഷൻ, അതായത് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യുന്നതിനെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുക. അപ്പോൾ കമ്പനിയുമായി നേരിട്ട് റിലേഷൻഷിപ്പുള്ള ആളുകൾക്കാണ് ഇൻസൈഡർ ട്രേഡിംഗ് ചെയ്യാൻ കഴിയുക. അപ്പോൾ അതിനെ പ്രൊഹിബിറ്റ് ചെയ്യുക എന്നുള്ളത് സെബിയുടെ ഒരു ലക്ഷ്യമാണ്. റെഗുലേറ്റിംഗ് സബ്സ്റ്റാൻഷ്യൽ ആക്വിസിഷൻ ഓഫ് ഷെയർസ് ആൻഡ് ടേക്ക് ഓവർ ഓഫ് കമ്പനീസ്. കമ്പനിയുടെ ടേക്ക് ഓവറിനെയും ഷെയറുകളുടെ ആക്വിസിഷനെയും റെഗുലേറ്റ് ചെയ്യുക. കളക്ടിംഗ് ഇൻഫർമേഷൻ, അണ്ടർടേക്കിംഗ് ഇൻസ്പെക്ഷൻ, കണ്ടക്ടിംഗ് ഇൻക്വയറീസ് ആൻഡ് ഓഡിറ്റ്സ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് അതർ പേഴ്സൺസ് അസോസിയേറ്റഡ് വിത്ത് ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ആൻഡ് ഇൻ്റർമീഡിയറീസ് ആൻഡ് സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസ് ഇൻ ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ഇൻഫർമേഷൻസ് കളക്ടിങ് ചെയ്യുക, ഇൻസ്പെക്ഷൻസ് അണ്ടർടേക്ക് ചെയ്യുക, എൻക്വയറീസ് കണ്ടക്ട് ചെയ്യുക, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഓഡിറ്റ് ചെയ്യുക, മ്യൂച്വൽ ഫണ്ടുകളും അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള അതർ പേഴ്സൺസ്, ഇൻ്റർമീഡിയറീസ്, സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസ് എന്നിവയെ നിയന്ത്രിക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഫങ്ഷനാണ്. ഇനി അതുപോലെ തന്നെ 13ാമത്തെ പറയുന്നത് ലെവിയിങ് ഫീസ് ആൻഡ് അതർ ചാർജസ്. ഫീസുകൾ ലെവി ചെയ്യുക, മറ്റ് ചാർജുകൾ ലെവി ചെയ്യുക. ഫീസുകൾ ലെവി ചെയ്യുക, മറ്റ് ചാർജുകൾ ലെവി ചെയ്യുക. കണ്ടക്ടിങ് റിസർച്ച് ഫോർ ദ എബവ് പർപ്പസസ്. മുകളിൽ പറഞ്ഞ പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുക. പെർഫോമിംഗ് സച്ച് അതർ ഫങ്ഷൻസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മറ്റെന്തെല്ലാം ഫങ്ഷൻസ് ഉണ്ടോ അതെല്ലാം പെർഫോം ചെയ്യുക. കാളിംഗ് ഫ്രം ഓർ ഫർണിഷിംഗ് ടു എനി സച്ച് ഏജൻസീസ് ആസ് മേ ബി സ്പെസിഫൈഡ് ബൈ ദ ബോർഡ് such information as may be considered necessary by it for the efficiency discharge of its functions. അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഏതെങ്കിലും ഏജൻസികളെ വിളിക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ അവരെ കാളിംഗ് ചെയ്യുക, ഫർണിഷിംഗ് ചെയ്യുക. ഇൻ സർട്ടൻ സർക്കംസ്റ്റാൻസസ് ദ ബോർഡ് ഷാൾ ഹാവ് ദ സെയിം പവേഴ്സ് ആസ് ആർ വെസ്റ്റ് ഇൻ ദ സിവിൽ കോർട്ട് അണ്ടർ ദ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908 while trying a suit respect of the following matters, namely the discovery and production of books of account and other documents such
as such place and such time as may be specified by the board. Summoning and enforcing the attendance of persons and examining on oath. The inspection of any books, registers and other documents of any person, any place. ബുക്സുകൾ, രജിസ്റ്റേഴ്സ്, മറ്റ് ഡോക്യുമെൻസുകൾ എന്നിവ ഇൻസ്പെക്ട് ചെയ്യുക. പേഴ്സൺസിൻ്റെ അറ്റൻഡൻസിനെ സമ്മൺ ചെയ്യുക, എൻഫോഴ്സ് ചെയ്യുക. ബുക്സ് ഓഫ് അക്കൗണ്ടുകളുടെ പ്രൊഡക്ഷൻ, ഡിസ്കവറി, അതർ ഡോക്യുമെൻസുകളുടെ പ്രൊഡക്ഷൻ, ഡിസ്കവറി എന്നിവ നടപ്പിലാക്കുക എന്നിവയും സെബിയുടെ ഫങ്ഷൻസ് ആണ്. ഇനി പവേഴ്സ് എന്തൊക്കെയെന്നാണ് പറയുന്നത്, സെബിയുടെ അധികാരങ്ങൾ എന്തൊക്കെയെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് സെബി ഈസ് മെയ്ഡ് ദ റെഗുലേറ്റർ ഓഫ് ഫോർ മോണിറ്ററിംഗ് ദ ഡ്യൂ കംപ്ലയൻസ് ആൻഡ് എൻഫോഴ്സിംഗ് ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. സെബി ആക്ട് പ്രകാരം പറഞ്ഞിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും എൻഫോഴ്സ് ചെയ്യാനും കംപ്ലയൻസ് ചെയ്യാനുമുള്ള റെഗുലേറ്ററാണ് സെബി എന്ന് പറയുന്നത്. കാൾ ഫോർ പീരിയോഡിക്കൽ റിട്ടേൺസ് ഫ്രം ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്നും പീരിയോഡിക്കൽ റിട്ടേൺസിന് ആവശ്യപ്പെടാനുള്ള അധികാരം സെബിക്കുണ്ട്. Call any explanation or information relating to the affairs of the exchange or members from the recognized stock exchange or members. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അഫയേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് കാൾ ചെയ്യാനും എക്സ്പ്ലനേഷൻസ് കോൾ ചെയ്യാനും അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ മെമ്പേഴ്സിൻ്റെയോ ഇൻഫർമേഷൻസ് കോൾ ചെയ്യാനുമുള്ള പവേഴ്സ് ഉണ്ട്. നാലാമത്തത് ടു കമ്പൽ പബ്ലിക് കമ്പനീസ് ടു ലിസ്റ്റ് ദെയർ ഷെയർസ്. പബ്ലിക് കമ്പനികളോട് അവരുടെ ഷെയറുകൾ ലിസ്റ്റ് ചെയ്യാൻ പറയാനുള്ള അധികാരം സെബിക്കുണ്ട്. ടു കമ്പൽ പബ്ലിക് കമ്പനീസ് ടു ലിസ്റ്റ് ദെയർ ഷെയർസ്. ടു ഗീവ് ഡയറക്ഷൻ ടു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ജനറൽ ഓർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ പർട്ടിക്കുലർ ടു മേക്ക് റൂൾസ് ഓർ ടു അമെൻഡ് റൂൾസ്. റൂളുകൾ നടപ്പിലാക്കാനോ റൂളുകൾ അമെൻഡ് ചെയ്യാനോ അതുപോലെ തന്നെ ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യാനോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യാനോ ഉള്ള അധികാരം സെബിക്കുണ്ട്. ടു ഗീവ് ഡയറക്ഷൻ ടു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ജനറൽ. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ജനറലായിട്ട് ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യാനോ പർട്ടിക്കുലർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് മാത്രമായിട്ട് ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യാനോ റൂളുകൾ നടപ്പിലാക്കാനോ അമെൻഡ് ചെയ്യാനുള്ള അധികാരം സെബിക്ക് ഉണ്ട്. അടുത്തത് ടു സൂപ്പർസീഡ് ദ ഗവേണിംഗ് ബോഡി ഓഫ് എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഗവേണിംഗ് ബോഡിയെ സൂപ്പർസീഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ടു സസ്പെൻഡ് ദ ബിസിനസ് ഓഫ് എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ബിസിനസ്സിനെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. പ്രൊഹിബിറ്റ് കോൺട്രാക്ട് ഇൻ സർട്ടൻ കേസസ്. നിയമാനുസൃതമല്ലാതെ നടപ്പിലാക്കുന്ന കോൺട്രാക്റ്റുകളെ പ്രൊഹിബിറ്റ് ചെയ്യാൻ അധികാരമുണ്ട്. ടു ഗ്രാൻഡ് റെക്കഗ്നിഷൻ ടു സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് റെക്കഗ്നിഷൻ നൽകാനുള്ള അധികാരമുണ്ട്. വിഡ്രോവൽ ഓഫ് റെക്കഗ്നിഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ അധികാരത്തിന് എടുത്തു കളയാനുള്ള അവകാശം സെബിക്കുണ്ട്. മേക്കിംഗ് ഓർ അമെൻഡിങ് റൂൾസ് ഓർ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് റിഗാർഡിംഗ് വോട്ടിംഗ് റൈറ്റ്സ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അറ്റ് എനി മീറ്റിംഗ്. അതായത് റൂളുകൾ നടപ്പിലാക്കാനും അമെൻഡ് ചെയ്യാനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രകാരം മെമ്പേഴ്സിന് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മെമ്പേഴ്സിന് വോട്ടിംഗ് റൈറ്റുകൾ ഏർപ്പെടുത്താനും മീറ്റിങ്ങിൽ വോട്ടിംഗ് റൈറ്റ് ഏർപ്പെടുത്താനുള്ള അധികാരമുണ്ട്. അടുത്ത് പവർ ടു ഡിക്ലെയർ ആപ്ലിക്കബിലിറ്റി ഓഫ് സെക്ഷൻ 17 ഓഫ് ദ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ഓർ റെഗുലേഷൻ ആക്ട് ഇൻ എനി സ്റ്റേറ്റ് ഓഫ് ഏരിയ ടു ഗ്രാൻഡ് ലൈസൻസ് ടു ഡീലേഴ്സ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഡീലേഴ്സിന് ലൈസൻസ് ഗ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ടിൻ്റെ സെക്ഷൻ 17 എന്നുള്ള അപ്ലിക്കേഷൻ ഫെസിലിറ്റി ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം സെബിക്കുണ്ട്. അതുപോലെ തന്നെ റെഗുലേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ദ ബിസിനസ് ഓഫ് ഡീലിംഗ് ഇൻ സ്പോട്ട് ഡെലിവറി കോൺട്രാക്ട്. സ്പോട്ട് ഡെലിവറി കോൺട്രാക്റ്റിൽ ഡീൽ ചെയ്യാനും ബിസിനസ് നടപ്പിലാക്കുകയും അതിനെ റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുള്ള അധികാരം സെബിക്കുണ്ട്. പവർ ടു ഗ്രാൻഡ് രജിസ്ട്രേഷൻ ടു ഇൻ്റർമീഡിയറീസ്. ഇൻ്റർമീഡിയറീസിന് രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. പവർ ടു ലെവി ഫീസ് ഓർ അതർ ചാർജസ് ഫോർ ക്യാരിയിങ് ഔട്ട് ദ പർപ്പസ് ഓഫ് രജിസ്ട്രേഷൻ. പർപ്പസ് ഓഫ് രജിസ്ട്രേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫീസുകളോ മറ്റ് ചാർജുകളോ ലെവി ചെയ്യാനുള്ള അധികാരവും സെബിക്ക് ഉണ്ട്. ലാസ്റ്റ് പറയുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് സെബി. സെബിയുടെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷണൽ സ്ട്രക്ചറുകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. സെബി ആക്ട് പ്രൊവൈഡ്സ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് കൺസിസ്റ്റിംഗ് ഓഫ് 6 മെമ്പേഴ്സ്. സെബി ആക്ടിലെ പ്രകാരം ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ 6 മെമ്പേഴ്സ് അടങ്ങിയിട്ടുണ്ട്. ആരൊക്കെയാണ്? ആദ്യം പറയുന്നത് ഒരു ചെയർമാൻ, എ ചെയർമാൻ. രണ്ടാമത്തത് 2 മെമ്പേഴ്സ് ഫ്രം ദ എമംഗസ്റ്റ് ദ ഒഫീഷ്യൽസ് ഓഫ് ദ മിനിസ്ട്രീസ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ഡീലിംഗ് വിത്ത് ഫിനാൻസ് ആൻഡ് ലോ. ഒരു ചെയർമാൻ വേണം, അതുകൂടാതെ 2 മെമ്പർമാർ വേണം. ഈ 2 മെമ്പർമാരിൽ ഒഫീഷ്യൽസ് ഓഫ് ദ മിനിസ്ട്രി ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ഡീലിംഗ് വിത്ത് ഫിനാൻസ് ആൻഡ് ലോ. ഫിനാൻസ് ആൻഡ് ലോയുമായിട്ട് ഡീൽ ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രിയിലെ ഒഫീഷ്യൽസ് ഉണ്ടായിരിക്കണം. 1 മെമ്പർ ഫ്രം എമംഗസ്റ്റ് ഒഫീഷ്യൽസ് ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു മെമ്പർ ഉണ്ടായിരിക്കണം. 2 other members appointed by the central government who are professionals and having experience or special knowledge relating to the securities market. സെക്യൂരിറ്റീസ് മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള സ്പെഷ്യൽ നോളേജും എക്സ്പീരിയൻസുമുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടുള്ള 2 മെമ്പേഴ്സും അതിൽ ഉണ്ടായിരിക്കണം.
അപ്പോൾ ഇതാണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് സെബി എന്ന് പറയുന്നത്. ഒരു ചെയർമാൻ, പിന്നെ 2 മെമ്പേഴ്സ്. ആ 2 മെമ്പർമാർ സെൻട്രൽ ഗവൺമെൻറ്റിൽ ഫിനാൻസ് ആൻഡ് ലോ ആയിട്ട് ഡീൽ ചെയ്യുന്ന മിനിസ്ട്രിയിലെ ഒഫീഷ്യൽസ് ആയിരിക്കണം. പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒഫീഷ്യലായിട്ടുള്ള ഒരു മെമ്പർ ഉണ്ടായിരിക്കണം. പിന്നെ 2 അതർ മെമ്പേഴ്സ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ഹു ആർ പ്രൊഫഷണൽസ് ആൻഡ് ഹാവിങ് എക്സ്പീരിയൻസ് ഓർ സ്പെഷ്യൽ നോളജ് റിലേറ്റിംഗ് ടു ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സെക്യൂരിറ്റീസ് മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള സ്പെഷ്യൽ നോളജും എക്സ്പീരിയൻസുമുള്ള പ്രൊഫഷണലായിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന 2 മെമ്പർമാരും സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡിൻ്റെ ഓഫ് ഇന്ത്യയുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഉണ്ടായിരിക്കണം. ഇത്രയും ഭാഗങ്ങളാണ് നമ്മളിന്ന് പറയുന്നത്. സെബി എന്താണെന്ന് പറഞ്ഞു, സെബിയുടെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, അതിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞു, പവേഴ്സ് പറഞ്ഞു, ഓർഗനൈസേഷണൽ സ്ട്രക്ചറും പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.